അശോകചക്രത്തിന്റെ 24 കവലകളുടെ അർത്ഥം എന്താണ്? ഇന്ത്യൻ ദേശീയ പതാകയിൽ കാണുന്ന അശോകചക്രം വെള്ള പശ്ചാത്തലത്തിൽ നേവി ബ്ലൂ നിറത്തിലാണ്. അശോകചക്രത്തിൽ ഒരു വ്യക്തിയുടെ 24 ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്ന 24 വാക്കുകളുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യർക്കായി ഉണ്ടാക്കിയ 24 മതപാതകൾ എന്നീ വാക്കുകളെ വിളിക്കാം. അശോകചക്രത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പാതകളും ഏതൊരു രാജ്യത്തെയും പുരോഗതിയുടെ പാതയിൽ നയിക്കും. ഇനി നമുക്ക് അശോകചക്രത്തിൽ വെച്ചിരിക്കുന്ന ഓരോ സംസാരത്തിന്റെയും അർത്ഥമറിയാം. ആദ്യം, ചാരിത്രം ലളിതമായ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്നു. രണ്ടാമത്തേത്, ആരോഗ്യം ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ആരോഗ്യവാനായിരിക്കാൻ പ്രേരിപ്പിക്കുന്നു. മൂന്നാമത്തേത്, സമാധാനം രാജ്യത്തുടനീളം സമാധാനവും ഐക്യവും നിലനിർത്താൻ. നാലാമത്തേത്, ത്യാഗം രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി എന്ത് ത്യാഗത്തിനും തയ്യാറാവുക. അഞ്ചാമത്തേത്, ധാർമ്മികത പ്രൊഫഷണൽ വ്യക്തി ജീവിതത്തിൽ ഉയർന്ന ധാർമ്മികത നിലനിർത്താൻ. ആറാമത്തേത്, സേവനം ആവശ്യമുള്ളപ്പോൾ രാജ്യത്തെയും സമൂഹത്തെയും സേവിക്കാൻ തയ്യാറാവാൻ. ഏഴാമത്തേത്, ക്ഷമ മനുഷ്യരോടും മറ്റു ജീവജാലങ്ങളോടും ഉള്ള ക്ഷമയുടെ വികാരം. എട്ടാമത്തേത്, സ്നേഹം രാജ്യത്തോടും ദൈവത്തിന്റെ മറ്റെല്ലാ സൃഷ്ടികളോടും ഉള്ള സ്നേഹത്തിന്റെ വികാരം. ഒമ്പതാമത്തേത്, സൗഹൃദം എല്ലാ പൗരന്മാരെയും സൗഹൃദപരമായ ബന്ധം പുലർത്തുക. പത്താമത്തേത്, സാഹോദര്യം രാജ്യത്ത് സാഹോദര്യബോധം വളർത്തുന്നതിന്. 11ാമത്തേത്, സംഘടന രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ശക്തിപ്പെടുത്തൽ. 12ാമത്തേത്, ക്ഷേമം രാജ്യവും സമൂഹവുമായി ബന്ധപ്പെട്ട ക്ഷേമ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം. 13ാമത്തേത്, സമൃദ്ധി രാജ്യത്തിന്റെ വികസനത്തിൽ സജീവമായി പങ്കെടുക്കുക. 14ാമത്തേത്, വ്യവസായം വ്യാവസായിക പുരോഗതിയിൽ രാജ്യത്തെ സഹായിക്കുക. 15ാമത്തേത്, സുരക്ഷ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് എപ്പോഴും തയ്യാറാവുക. 16ാമത്തേത്, അവബോധം സത്യം അറിയാനും കിംവദന്തികളിൽ വിശ്വസിക്കാതിരിക്കാനും. 17ാമത്തേത്, സമത്വം സമത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമൂഹത്തിന്റെ സ്ഥാപനം. 18ാമത്തേത്, അർത്ഥ പ്രണത്തിന്റെ പരമാവധി വിനിയോഗം. 19ാമത്തേത്, ന്യായം രാജ്യത്തിന്റെ ന്യായത്തിൽ വിശ്വസിക്കാൻ. 20ാമത്തേത്, നീതി എല്ലാവർക്കും നീതിയെ കുറിച്ച് സംസാരിക്കുന്നു. 21ാമത്തേത്, സഹകരണം ഒരുമിച്ച് പ്രവർത്തിക്കൽ. 22ാമത്തേത്, കടമകൾ നിങ്ങളുടെ കടമകൾ സത്യസന്ധമായി അനുസരിക്കുക. 23ാമത്തേത്, അവകാശങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾ ദുരുപയോഗം ചെയ്യരുത്. 4ാമത്തേത്, ജ്ഞാനം പുസ്തകങ്ങൾക്കപ്പുറം അറിവ് നേടുക. അതിനാൽ അശോകചക്രത്തെ കുറിച്ച് സംസാരിക്കുന്ന ഓരോന്നിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. എല്ലാ വക്താക്കളും രാജ്യത്തിന്റെ സമഗ്ര വികസനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ പ്രസംഗങ്ങൾ എല്ലാ രാജ്യക്കാർക്കും അവരുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് വ്യക്തമായ സന്ദേശം നൽകുന്നു. ജാതി, മതം, ഭാഷ, വസ്ത്രം എന്നിവയുടെ വ്യത്യാസങ്ങൾ പരമാവധി കുറക്കാൻ പൗരന്മാർ പാലിക്കേണ്ട 24 തത്വങ്ങൾ പോലെയാണ് ഈ പ്രസംഗങ്ങൾ.